ജനാധിപത്യത്തിന്റെ സുതാര്യതയും നിയമവാഴ്ചയും ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഭരണകൂടം തന്നെ കൊണ്ടുവരുന്ന നിയമങ്ങൾ ഭരണപക്ഷത്തിന് മാത്രം ബാധകമല്ലാതാകുന്ന ഒരു വിചിത്രമായ സാഹചര്യം ബീഹാർ രാഷ്ട്രീയത്തിൽ ഇന്ന് പ്രകടമാണ്. കേന്ദ്ര സർക്കാർ അടുത്തിടെ പാസാക്കിയ ഒരു സുപ്രധാന നിയമ ഭേദഗതി ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കപ്പെടുകയും 30 ദിവസത്തിൽ കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിരിക്കുകയോ ചെയ്താൽ അവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ തിരഞ്ഞെടുക്കപ്പെടാനോ ഉള്ള യോഗ്യത നഷ്ടപ്പെടും എന്ന് വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രീയ രംഗം ശുദ്ധീകരിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന ഈ നിയമം എന്നാൽ ഇന്ന് ഭരണപക്ഷത്തിന് സൗകര്യപൂർവ്വം വളച്ചൊടിക്കപ്പെടുകയാണ് എന്ന ആരോപണം അതിശക്തമാണ്. ബീഹാർ നിയമസഭയിലെ BJP MLA-മാരുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. BJPയുടെ 6 MLA-മാർ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് എന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ 2 പേർ ജയിൽ ശിക്ഷ അനുഭവിച്ചവരുമാണ്. കേന്ദ്ര നിയമം നിലനിൽക്കെ തന്നെ ഈ നിയമം സ്വന്തം MLA-മാർക്ക് ബാധകമല്ലാതാവുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? നിയമ ഭേദഗതിയുടെ അന്തസത്തയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഈ ഇരട്ടത്താപ്പ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസ്യതയാണ് തകർക്കുന്നത്. ഇതിലെല്ലാം ഉപരിയായി ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്ന നിസ്സംഗതയാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത്. ഇത്രയധികം ഗുരുതരമായ നിയമലംഘനങ്ങൾ നടന്നിട്ടും കമ്മീഷൻ ഇതിനു മുന്നിൽ കണ്ണടച്ചുവെന്ന ആരോപണം ശക്തമാണ്. ഭരണകക്ഷിക്ക് വേണ്ടി നിയമ നടപടികളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുകയാണോ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു. ഈ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലങ്ങളിലെ വ്യാപകമായ തിരിമറികൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷമായ RJD സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. BJPയുടെ 89 MLA-മാരിൽ 6 പേർ അയോഗ്യരാക്കപ്പെടാനുള്ള സാധ്യതയാണ് ഇതിലൂടെ നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ BJPക്ക് 83 സീറ്റായി ചുരുങ്ങുമെങ്കിലും നിയമസഭയിലെ അംഗബലത്തിൽ വലിയ വ്യത്യാസം വരില്ല. എങ്കിലും തെരഞ്ഞെടുപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ടും കള്ളക്കളികൾ നടത്തിയും നിയമസഭയിൽ കയറിയെന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനം BJPക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. ഇതിനിടയിലാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ വീണ്ടും നിതീഷ് കുമാർ 10ാമതും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. നിതീഷിനെ ഒഴിവാക്കാൻ BJP പല രാഷ്ട്രീയ നീക്കങ്ങളും നടത്തിയിരുന്നെങ്കിലും ഒടുവിൽ സഖ്യം നിലനിർത്താൻ BJP നിർബന്ധിതരാവുകയായിരുന്നു. മന്ത്രിസഭാ വിഭജനത്തിലും ഇത് പ്രകടമാണ്. ഐക്യ ജനതാദളിന് 14 മന്ത്രിമാരും BJPക്ക് 16 മന്ത്രിമാരുമാണ്. സഖ്യകക്ഷികളായ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്കും ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ചയ്ക്കും ക്യാബിനറ്റ് റാങ്കുകൾ നൽകിക്കൊണ്ടാണ് മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും തമ്മിൽ തുടക്കം മുതലേ ഒത്തുകളി നടന്നുവെന്ന ആരോപണത്തിൽ നളന്ദയിലടക്കമുള്ള മണ്ഡലങ്ങളിൽ പ്രതിപക്ഷം നൽകിയ പരാതികൾ സുപ്രീം കോടതി ഗൗരവമായി പരിഗണിക്കുകയാണ്. 10,000 വോട്ടുകൾ രേഖപ്പെടുത്തേണ്ട മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് വോട്ട് 300ആയി കുറഞ്ഞത് എന്നതിലെ ദുരൂഹത നീങ്ങേണ്ടതുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത എന്ന ഗൗരവമായ ചോദ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ലോകരാജ്യങ്ങൾ പോലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപേക്ഷിച്ച് പേപ്പർ ബാലറ്റ് സംവിധാനത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇറ്റലി, ഫ്രാൻസ്, അമേരിക്ക, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ EVM-ൽ തിരിമറി നടന്നതായി ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് ഈ മാറ്റം വരുത്തിയത്. എന്നാൽ ഇന്ത്യയിൽ BJPക്ക് തുടർച്ചയായി ഭരണ തുടർച്ച നേടുന്നതിലെ ഏറ്റവും വലിയ കള്ളക്കളികൾ ഒളിഞ്ഞിരിക്കുന്നത് EVM-കളിലാണോ എന്ന സംശയം ബലപ്പെടുന്നു. ഇതിന് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് തെലങ്കാനയിലെ BJP MP കിഷൻ റെഡ്ഡിയുടെ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ജൂബിലി ഹിൽസ് നിയോജക മണ്ഡലത്തിൽ BJPക്ക് നേരിടേണ്ടി വന്ന പരിതാപകരമായ തോൽവിയാണ്. കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ വന്ന ഈ പരാജയം EVM-കൾ ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ BJPയുടെ യഥാർത്ഥ ജനപിന്തുണ എത്രമാത്രമെന്ന് വ്യക്തമാക്കുന്നുവെന്നാണ് വിമർശകരുടെ പക്ഷം. രാജ്യമൊട്ടാകെ തിരിമറി നടത്തിയും കള്ളക്കളികൾ പയറ്റിയും അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന BJPക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണം ശക്തമാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് സ്വന്തം സൗകര്യങ്ങൾക്കനുസരിച്ച് നിയമ സംവിധാനങ്ങളെ മാറ്റിയെഴുതാൻ മോദി സർക്കാർ ഈ നിയമ ഭേദഗതി പോലും കൊണ്ടുവന്നെന്ന സംശയം ഉടലെടുക്കുന്നത്. ജനാധിപത്യത്തിന്റെ കാതലായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ ചോദ്യചിഹ്നമാകുമ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ നിർണായകമാവുകയാണ്. ഈ വിഷയങ്ങളെല്ലാം കോടതിയുടെ അന്തിമ വിധി എന്തായിരിക്കുമെന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്.